എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഷർട്ടിൻ്റെ ഷോൾഡർ എളുപ്പത്തിൽ കവർ ചെയ്യാനുള്ള ഒരു ട്രിക്കാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇത് ഷോൾഡർ കവറിങ് അറിയാത്തവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഇത് വളരെ ഉപകാരമാവും. അപ്പോൾ വീഡിയോ കാണാം. ഇത് അല്പം വീതിയുള്ള ഷോൾഡറാണ്. റെഡി 6 ഇഞ്ച് വരും. അപ്പോൾ ഷോൾഡർ ആദ്യം ഇതിൻ്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്യാം. ബാക്കിൻ്റെ നല്ല വശം ഇങ്ങനെ വയ്ക്കുക. ഇതുപോലെ ഒരു ഷോൾഡർ വയ്ക്കുക. അതിനുശേഷം ബാക്കിൻ്റെ നല്ല വശം വയ്ക്കുക. അതിനുശേഷം മെയിൻ ഷോൾഡർ ഇതുപോലെ മലർത്തി വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ അടയാളം ഇട്ടിട്ടുണ്ട്. അത് മൂന്നും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു പിന്ന് കൊളുത്താം. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചിൽ അടിച്ചെടുക്കാം. എന്നിട്ട് ഇവിടെ ഒന്ന് നന്നായിട്ട് നഖം കൊണ്ട് വരച്ചെടുക്കുക. ഇത് അടിവശമാണ്. വീണ്ടും തിരിച്ചിട്ടിട്ട് ഈ ഭാഗത്തും നഖം കൊണ്ട് നന്നായിട്ട് വരച്ചെടുക്കുക. അപ്പോൾ ഇവിടെയാണ് നല്ല വശം വരിക. ഇനി ഇവിടെ 1/4 ഇഞ്ച് വീതിയിലൊരു തയ്യലിടുക. ഇത് ഡബിൾ തയ്യലാണ്. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് കൂടെ ഒരു തയ്യലും കൂടി ഇടാം. അപ്പോൾ ഇതുപോലെ ബാക്ക് അറ്റാച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അടിവശം ഇതേപോലെ സിംഗിളായിട്ട് എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം അതിന് മേലെ ഈ ബട്ടൺ പട്ടിയും അതുപോലെ കാജാപ്പട്ടിയും കമഴ്ത്തി വയ്ക്കുക. എന്നിട്ട് ഈ ഷോൾഡർ 1/2 ഇഞ്ചിൽ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഇതുപോലെ സിംഗിൾ പീസിൽ 1/2 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ നിവർത്തിയിടുക. എന്നിട്ട് ഈ 2 ഭാഗവും നഖം കൊണ്ട് നല്ലപോലെ വരച്ചെടുക്കുക. തയ്യത്തുമ്പ് ഇതുപോലെ ഉള്ളിലേക്കാണ് മടക്കി കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇതിന് മേലെ വെച്ചിട്ട് ഒരു തയ്യലിടുക. ഇതുപോലെ. അതിനുശേഷം ഇവിടെ അതേപോലെ തയ്ച്ചെടുക്കാം. അതിനുശേഷം 1/4 ഇഞ്ച് വീതിയിൽ ഒരു തയ്യലും കൂടി ഇടാം. അതോടൊപ്പം ഇവിടെ ഈ ഓപ്പണായ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്തടിക്കാം. എഡ്ജ് കൂടെ അടിച്ചാൽ മതി. എന്നിട്ട് ഇവിടെ അതേപോലെ 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഷോൾഡർ കവർ ചെയ്തെടുക്കാം. അതുപോലെ കനം കൂടിയ തുണിയിൽ ഇതുപോലെ അടിക്കായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.